11 സുന്ദരിമാരിൽ നിന്ന് 15 സെമി ഫൈനലിസ്റ്റുകളെ പ്രഖ്യാപിച്ചപ്പോൾ പാർവതി ഓമനക്കുട്ടൻ 15ാമതാണ് യോഗ്യത നേടിയത്. ഇന്ത്യ പിന്നീട് ഫൈനലിലെത്തിയ അവസാന 5 പേരുകൾ പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ അഭിമാനമായ പാർവതി ഓമനക്കുട്ടന്റെ പേര് തന്നെയായിരുന്നു ആദ്യം. സദസ് ആഹ്ലാദാരവം മുഴക്കി. ഇന്ത്യ അഞ്ചു പേരോടും അവതാരകൻ തുമിഷോ മാഷ ആഫ്രിക്കയെക്കുറിച്ച് ചോദിച്ചു. നെൽസൺ മണ്ടേലയുടെ ദക്ഷിണാഫ്രിക്കയും മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയും തമ്മിലുള്ള സാമ്യത്തെക്കുറിച്ചായിരുന്നു പാർവതി ഓമനക്കുട്ടൻ പറഞ്ഞത്. Being in Joburg has been a great experience, and what amazes me is the similarity that India and South Africa share. One, the warmth and the hospitality of the people made us feel at home. Two, is the presence of two great personalities who have influenced the lives of so many millions around the world, Mahatma Gandhi and Nelson Mandela. And three, it's like I said, it's been a great journey from a country of great culture to another country of great culture. അങ്കോളയും ട്രിനിഡാഡും ദക്ഷിണാഫ്രിക്കയുമാണ് ഇന്ത്യയും റഷ്യയും കൂടാതെ ഫൈനലിലുണ്ടായിരുന്നത്. ആകാംക്ഷയുടെ നിമിഷങ്ങൾ. 3ാം സ്ഥാനക്കാരിയെ പ്രഖ്യാപിച്ചു. ട്രിനിഡാഡിന്റെ ഗബ്രിയേലി വാൽക്കോട്ട്. 2ാം സ്ഥാനക്കാരി ഇന്ത്യയുടെ അഭിമാനമായ പാർവതി ഓമനക്കുട്ടൻ. ഇന്ത്യ ലോകകിരീടം റഷ്യയുടെ സെനിയ സുഖിനോവയ്ക്ക്. റഷ്യ Miss Russia is the new Miss World 2008. ഇന്റർനാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ലോക കിരീടത്തിന് തൊട്ടടുത്തെത്തിയ